റിയാക്ഷൻ ഇങ്ങനെയായില്ലേ കയ്യെല്ലാം ഉണ്ടായ വളരെ മോശമായി പോയി. ഇത്ര വലിയ തിരക്കിട്ടുണ്ട് അവൻ ഈ ഹോട്ടലിൽ ഇരിക്കുന്നില്ലേ. ഓ മിസ്സിന്റെ അടുത്ത് അടി കിട്ടിയായിരിക്കും അല്ലേ ഇന്ന്? പിന്നെന്നാ ഇന്ന് ഒരു കുട്ടി പൈപ്പിന്ന് വെള്ളം കുടിച്ചിട്ട് ആന്റി പറഞ്ഞു വേണ്ട ഹോസ്പിറ്റലിലെല്ലാം കൊണ്ടാക്കിട്ട് എന്തിനാ കുട്ടി പിന്നെ ടാപ്പിലെ വെള്ളം കുടിച്ചിന്? അവിടെ വെള്ളമൊന്നുമില്ലേ? സ്കൂളിൽ നല്ല വെള്ളമില്ല? ആന്റി പറഞ്ഞോ നല്ല ഫിൽറ്ററിന്റെ വെള്ളമില്ലേ അവിടെ? അല്ല നല്ല ഫിൽറ്ററിൽ ഉണ്ടാക്കിയ വെള്ളമില്ലേ? എന്തിനാ മഴയില് ഇങ്ങനെ പൈപ്പിലെ വെള്ളം കുടിച്ചു? മോനിങ്ങോട്ട് വാ. മോമ്പ് പച്ചവെള്ളം കുടിക്കലുണ്ടോ സ്കൂളിൽ നിന്ന്? ഇല്ലല്ലേ. അപ്പൊ വലിയ ആള് പറയുന്ന അനുസരിക്കണം കേട്ടാ. വലിയ ആള് പറയുന്ന അനുസരിച്ച് നല്ലതേ വരുള്ളൂ. അപ്പൊ എന്താ വേണ്ടേ? പിന്നെ തിളപ്പിച്ചാലെ വെള്ളം മാത്രമേ കുടിക്കാൻ പാടുള്ളൂ. ഇപ്പൊ പ്രത്യേകിച്ച് എന്തെല്ലാം അസുഖങ്ങളുണ്ട്, ഡെങ്കിപ്പനിയും മറ്റേ കോളറയും എല്ലാം ഉള്ള സമയമാണ്. അതുകൊണ്ട് മോനെന്താ ചെയ്യണ്ടേ? മോനല്ല, ഫ്രണ്ട്സിനോടെല്ലാം പറഞ്ഞു കൊടുക്കണം. എന്റെ മുഖത്ത് നോക്കൂ, ഫ്രണ്ട്സിനോടൊന്നും പറഞ്ഞു കൊടുക്കണം തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ കുടിക്കാൻ പാടുള്ളൂ എന്ന്. മറ്റേ ടാപ്പിലെ വെള്ളം കുടിക്കാൻ പാടില്ല. ഹായ് ഗൈസ്, അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുമ്പോൾ, മൂത്തവർ പറയുന്ന അനുസരിച്ചിട്ട് എപ്പോഴും നമ്മൾ തിളപ്പിച്ചാറ്റിയ, അതായത് വീട്ടിൽ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ നിങ്ങൾ കുടിക്കണ്ടു. ഓക്കെ, അതായത് നമ്മളെ സാധാരണ വെള്ളം ലൈക്ക് പൈപ്പ് എന്നൊക്കെ കുടിക്കുന്ന ആളാണ്, ഒരിക്കലും അങ്ങനെ കുടിക്കരുത്. മൂത്തവർ പറയുന്ന കേട്ട് നമ്മൾ ചെയ്യണം. അതായത് തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ കുടിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുമ്പോൾ, ഈ വീഡിയോ തന്നെ കാണുന്നുണ്ടല്ലോ, ആ കുട്ടികൾക്ക് പല രീതിയിലുള്ള ഛർദി പോലെയുള്ള അസുഖങ്ങൾ വന്നിട്ട് പ്രശ്നങ്ങളുണ്ട്. അതുപോലെ ഇപ്പം ഡെങ്കിപ്പനി പോലത്തെ അസുഖങ്ങൾ പോലും വരാൻ വേണ്ടിയിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ എനിക്ക് ഈ ഒരു വീഡിയോയിൽ തന്നെയുള്ള ഏറ്റവും വലിയ മെസ്സേജ് എന്ന് പറയുമ്പോൾ, ഒരിക്കലും നമ്മൾ എങ്ങനത്തെ ടൈപ്പ് ഓഫ് വെള്ളം കുടിക്കരുത്? പച്ചവെള്ളം അല്ലെങ്കിൽ ടാപ്പിലെ വെള്ളം കുടിക്കരുത്. നന്ദി, താങ്ക് യു, നമസ്തേ.